Hi students, welcome to the class of Corporate Regulations and Administration. Today we are going to start our second module, Formation of Company. First of all, what is the meaning of the term Formation of Company? Company formation is the term for the process of incorporation of a business. It is also sometimes referred to as company registration. ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ടൈമാണ് ഫോർമേഷൻ ഓഫ് കമ്പനി ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് സിംപ്ലി മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. The formation of a company is a lengthy process. ഇത് വളരെ ഒരു ലെങ്തി പ്രോസസ്സാണ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൽ ഇൻവോൾവ് ആണ്. എങ്കിലും ഈ ലെങ്തി പ്രോസസ്സിനെ ബ്രോഡ് വേയിൽ മേജർ സ്റ്റേജസ് എന്തൊക്കെയാണ് ഇൻവോൾവ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദീസ് ആർ ദ ഫോളോയിങ് ആർ ദ വേരിയസ് സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഫസ്റ്റ് വൺ പ്രൊമോഷൻ, സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, തേർഡ് വൺ raising of capital, and last one commencement of business. Stages involved in the formation of a company includes the first one, promotion. Okay, let us discuss what is the meaning of the term promotion. The term promotion refers to the aggregate of activities designed to bring into being an enterprise to operate a business. സോ ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസായിട്ട് പെർഫോം ചെയ്യുന്നതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണോ അതിൻ്റെ എല്ലാം സം ടോട്ടലിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ്സിനെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ ഏബിളാകുന്ന അതുമായിട്ട് റിലേറ്റഡായിട്ട് പെർഫോം ചെയ്യേണ്ടി വരുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും സം ടോട്ടലാണ് പ്രൊമോഷൻ എന്ന് പറയാം. ദ പ്രൊമോഷൻ റെഫേഴ്സ് ടു ദ സം ടോട്ടൽ ഓർ ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ബ്രിങ് ഇൻ ടു ബീയിങ് ആൻ എൻ്റർപ്രൈസ് to operate a business. Next one, a definition given by C.W. Justinberg. Promotion may be defined as the discovery of business opportunities and the subsequent organization of funds, property, and managerial ability into a business concern for the purpose of making profits therefrom. ഇപ്പോൾ ഡെഫിനിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്, പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയാം. ഒരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു ഐഡിയ ഡിസ്കവർ ചെയ്യുന്നു, ഒരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കവർ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സബ്സീക്വൻ്റായിട്ട് കുറേ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടി വരും. സോ അതുമായിട്ട് റിലേറ്റഡായിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, മാനേജീരിയൽ എബിലിറ്റി, സ്കിൽഡായിട്ടുള്ള മാനേജീരിയൽ പേഴ്സൺസിനെ എല്ലാം ഓർഗനൈസ് ചെയ്യേണ്ടി വരും ഇൻ ടു എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ്സായിട്ട് ഫണ്ട്, പ്രോപ്പർട്ടി, മാനേജേഴ്സ്, സ്കിൽഡ് മാനേജേഴ്സ് ഓർ എഫിഷ്യൻറ്റ് മാനേജേഴ്സ് എന്നൊക്കെ പറയുന്ന പേഴ്സൺസിനെ എന്ത് ചെയ്യണം? ബിസിനസ്സിലോട്ട് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്സ് ദെർഫ്രം. ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അച്ചീവിങ് പ്രോഫിറ്റ്, മേക്കിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും. സോ ബിസിനസ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് ഒരു എൻ്റർപ്രൈസിനെ വില്ലിങ് ആക്കുന്ന അതുമായിട്ട് റിലേറ്റഡായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ടോട്ടലാണ് പ്രൊമോഷൻ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഐഡിയ ഡിസ്കവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കവർ ചെയ്യുക, അതുമായിട്ട് റിലേറ്റഡായിട്ട് അതിനെ ഒരു ബിസിനസ്സായിട്ട് പെർഫോം ചെയ്ത് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയ ഫണ്ട്, പ്രോപ്പർട്ടീസ്, മാനേജറിയൽ എബിലിറ്റി ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊമോഷൻ എന്ന് ഡെഫിനിഷനിലും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആരാണോ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എ സിംഗിൾ പേഴ്സൺ ആരാണോ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഫോം ചെയ്യുന്നതായിട്ട് റിലേറ്റഡായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണോ അദ്ദേഹത്തെയാണ് പ്രൊമോട്ടേഴ്സ് അല്ലെ പ്രൊമോട്ടർ എന്ന് പറയുന്ന ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈം പ്രൊമോട്ടർ ഓർ പ്രൊമോട്ടേഴ്സ്. The person or the persons
who undertake the responsibility to bring the company into existence. ഒരു കമ്പനിയെ അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൻ്റെ ബാക്കിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് എഫേർട്ട് എടുക്കുന്ന പാർട്ടീസ് അല്ല പേഴ്സൺസ് ആരൊക്കെയാണോ അവരെയാണ് പ്രൊമോട്ടർ അല്ലെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ പ്രൊമോട്ടർ, അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ത്രൂ ദ എഫേർട്ട് ഓഫ് different persons acting at the backstage, and these persons are called, the persons behind the formation of a company are called പ്രൊമോട്ടേഴ്സ്. കമ്പനി ഫോം ചെയ്യുന്നതിൻ്റെ ബാക്ക് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന പാർട്ടീസിനെയാണ്, സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തെ പ്രൊമോട്ടർ എന്ന് പറയാം. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. A group of individuals who act behind the formation of a company are termed as promoters. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് എന്താണ് മെയിനായിട്ടും കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രിലിമിനറി വർക്കുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു മീനിങ് നോക്കുകയാണ്. പ്രൊമോഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്ന പാർട്ടീസ് ആരാണോ, പേഴ്സൺ ഓർ പേഴ്സൺസ് ആരാണോ, ദേ ആർ കോൾഡ് പ്രൊമോട്ടേഴ്സ്. Next one, the steps which are taken to persuade or motivate a number of persons to come together for the achievement of a common objective through the company form is called promotion. പ്രൊമോഷൻ്റെ തന്നെ ഒരു മീനിങ് ആണ് പറയുന്നത്. The various steps which are taken to motivate a number of persons, to persuade a group of persons. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, ടു കം ടുഗദർ, ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് വരുന്നതിന് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ എല്ലാ സ്റ്റെപ്പിനെയും കൂടിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ ദേ ആർ എന്താണ് കം ടുഗദർ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്സ്. അവർക്ക് കോമൺ ആയിട്ടൊരു ഒബ്ജക്റ്റീവ് കാണും, ബിസിനസ്സിന് ഒരു ഒബ്ജക്റ്റീവ് കാണും, മെയിൻലി പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പർപ്പസ് എന്തൊക്കെയാണോ അത് അറ്റൈൻ ചെയ്യുക ത്രൂ ദ കമ്പനി ഫോം. അവർ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫോമിലായിരിക്കും അവർ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ടൈമിൽ തന്നെ പല ആക്ടിവിറ്റീസ്, പല സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആണ്. സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രൊമോഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി പ്രൊമോഷൻ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രൊമോട്ടേഴ്സ് ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഏതൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് എ കമ്പനി. First one, discovery of an idea. Second one, detailed investigation. Third one, assembling process. Last one, financing the proposition. ഫസ്റ്റ് വൺ, ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ. ഫസ്റ്റ് ഒരു പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ടു ഡിസ്കവർ ആൻ ഐഡിയ. ദ പ്രൊമോട്ടേഴ്സ് സ്റ്റാർട്ട് വിത്ത് ആൻ ഐഡിയ. അവരൊരു ഐഡിയ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു സ്റ്റാർട്ട് സം ബിസിനസ് എയ്തർ ഇൻ ദ ന്യൂ ഫീൽഡ് ഓഫ് ബിസിനസ് ഓർ ഇൻ ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. ആ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ തന്നെ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ന്യൂ ഫീൽഡിൽ ഒരു ബിസിനസ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിസ്കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയ ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ. ആൻഡ് ഹി മേക്സ് ദ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും കണ്ടക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്? ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം, ഡിസ്കവർ ചെയ്യുന്നതിനോടൊപ്പം വെദർ ഇറ്റ് ഈസ് പ്രോപ്പർലി നമുക്കത് പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ, ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും കൂടി കണ്ടക്ട് ചെയ്യണം. സോ പ്രൊമോട്ടേഴ്സ് മേക്സ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പർട്ടിക്കുലർ ബിസിനസ് ഈസ് യൂസ്ഫുൾ ആൻഡ് ഹി റഫ്ലി എസ്റ്റിമേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബിസിനസ്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് ആ ഒരു ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടി ചെയ്യണം, ആ ഒരു സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യമാണ് ദേ ഷുഡ് കണ്ടക്ട് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഐഡിയ നമുക്ക് എന്താണ് ആപ്ലിക്കബിൾ ആണോ, നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊരു കാര്യം, യൂസ്ഫുൾ ആണോ ഈ ഒരു ഐഡിയ എന്നുള്ള കാര്യം
ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ടു ഫൈൻഡ് ഔട്ട് വെദർ ദ പർട്ടിക്കുലർ ബിസിനസ് ഈസ് യൂസ്ഫുൾ. ആൻഡ് അത് ആ ടൈമിൽ തന്നെ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റൂടെ കണ്ടക്ട് ചെയ്യണം. എത്രത്തോളം ഇൻകം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെൻസ് ഇതുമായിട്ട് റിലേറ്റഡായിട്ട്, ഈ പ്രൊപ്പോസ്ഡ് ബിസിനസ്സിൻ്റെ റിലേറ്റഡായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസസ് എത്ര ആകുമെന്ന് ഒരു റഫ് എസ്റ്റിമേറ്റും കൂടി കണ്ടക്ട് ചെയ്യണം. ഫസ്റ്റ് ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ എന്ന് പറയുന്ന സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. ദാറ്റ് മീൻസ് ദ പ്രൊമോട്ടർ നീഡ്സ് ടു മേക്ക് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹിസ് ഐഡിയ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു ഐഡിയ ഡിസ്കവർ ചെയ്തു, ആ ഡിസ്കവർ ചെയ്ത ഐഡിയയ്ക്ക് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ആരുടെയൊക്കെ അസിസ്റ്റൻസ് സ്വീകരിക്കാവുന്നതാണ്. ദ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഐഡിയ ക്യാൻ ബി conducted with the help of many experts, with the assistance of many experts like engineers, market analysts, ഫിനാൻസ് എക്സ്പേർട്സ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് എക്സെട്ര. ഇങ്ങനെയുള്ള ആളുകൾ, മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് അനലിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻസ് എക്സ്പേർട്ടായിട്ടുള്ള എൻജിനീയേഴ്സ് സ്കില്ലുള്ള ആളുകളുമായിട്ടൊക്കെ ഈ ഒരു ഐഡിയ എത്രത്തോളം ഇഫക്റ്റീവ് ആകും, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് പേഴ്സൺസ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ദീസ് എക്സ്പെർട്സ്, നമ്മൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ ബേസിൽ the promoters would be in a position to know the capital requirements. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ബേസ് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ എക്സ്പേർട്ട് ആളുകളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായത്തിൽ നിന്നും ഒപ്പീനിയനിൽ നിന്നും റിപ്പോർട്ടിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രൊമോട്ടേഴ്സിന് ഒരു പൊസിഷനിലെത്താൻ, പ്രൊമോട്ടേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ടു ഐഡൻറ്റിഫൈ ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബിസിനസ്. ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് എത്രത്തോളം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എത്ര ആവശ്യമുണ്ട്, പ്ലേസ് ഓഫ് ലൊക്കേഷൻ സൂട്ടബിൾ ആവുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ യൂണിറ്റ്, വെദർ ഇറ്റ് വിൽ ബി എ സ്മോൾ സൈസ് ഓർ ലാർജ് സൈസ് ഓർ മീഡിയം സൈസ് ഉള്ള ഒരു യൂണിറ്റാണോ, ബിസിനസ് യൂണിറ്റാണോ സെറ്റപ്പ് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ഡിമാൻഡ് കണ്ടീഷൻസ് ഓഫ് ദ മാർക്കറ്റ് ഇപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൈസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് വിൽ ബി ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ദീസ് എക്സ്പേർട്സ് റിപ്പോർട്ടിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ഹെൽപ്പ് ഹിം ടു കമ്പയർ ദ എസ്റ്റിമേറ്റഡ് ഇൻകം ഈസ് ഇനഫ് ടു മീറ്റ് ദ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് അതർ എക്സ്പെൻസസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിസ്കവറി ഓഫ് ആൻ ഐഡിയയിൽ നമ്മളൊരു റഫ് എസ്റ്റിമേറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊപ്പോസ്ഡ് ബിസിനസ്സിന് എത്രത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആവശ്യമാണെന്നൊരു റഫ് എസ്റ്റിമേറ്റ് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പെർട്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ എഞ്ചിനീയേഴ്സ്, മാർക്കറ്റ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസ് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ഒരു റിപ്പോർട്ടൊക്കെ കണ്ടക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു റഫ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്നതിനെ ഇൻകം ആൻഡ് എക്സ്പെൻസിനെ കമ്പയർ ചെയ്യാം. റിപ്പോർട്ടിൻ്റെ ബേസിൽ എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ അതർ എക്സ്പെൻസ് എന്തൊക്കെ ഉണ്ടാകും, വെദർ ദ റഫ് എസ്റ്റിമേറ്റഡ് ഇൻകം ഈസ് ഇനഫ് ടു മീറ്റ് ദ എക്സ്പെൻസസ് ഇൻകർ ചെയ്യാൻ പോകുന്ന ഇൻകേർഡ് ഇൻ ദ ഫ്യൂച്ചറിൽ ഇൻകർ ചെയ്യാൻ പോകുന്ന എക്സ്പെൻസസുമായിട്ട് കമ്പയർ ചെയ്ത് അത് മതിയാമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു ഐഡിയ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ, അസംബ്ലി. ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷം അത് കണ്ടക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും, പ്രൊമോട്ടറിന് മനസ്സിലാവും, ഇഫ് ഹീ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രാക്ടിക്കബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊപ്പോസൽ, ബിസിനസ്സിൻ്റെ പ്രൊപ്പോസൽ കൺസേൺ, അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസ് ചെയ്ത പുതിയ പ്ലാൻ, പുതിയ ഐഡിയയും റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെ വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ ആണോ, അല്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആണോ ഇല്ലയോ എന്നൊരു കാര്യം ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, the promoters can start assembling proposition. ഈ തേർഡ് സ്റ്റെപ്പിലോട്ട് കടക്കാം. അസംബ്ലിംഗ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? അസംബ്ലിംഗ് മീൻസ് ഗെറ്റിംഗ് ദ സപ്പോർട്ട് ആൻഡ് കൺസെൻറ്റ് ഓഫ് അതർ പേഴ്സൺസ്. അപ്പോൾ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പേഴ്സൺ തന്നെയല്ലല്ലോ. 1 പേഴ്സൺ കമ്പനി വെച്ച് ബാക്കി എല്ലാ കേസിലും മോർ ദാൻ 1 പേഴ്സൺസിൻ്റെ ആവശ്യമുണ്ടല്ലോ. OPC ആണെങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി ആളുകൾ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഗെറ്റിംഗ് ദ സപ്പോർട്ട് ആൻഡ് കൺസെൻറ്റ് ഓഫ് അതർ പേഴ്സൺസ്. അപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പലരുടെയും കൺസെൻറ്റ്, അല്ല സമ്മതം, സപ്പോർട്ട് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് അസംബ്ലിംഗ് എന്ന് മീൻ ചെയ്യുന്നത്. അസംബ്ലിംഗ് മീൻസ് ഗെറ്റിംഗ് ദ സപ്പോർട്ട് ആൻഡ് കൺസെൻറ്റ് ഓഫ്
other persons to act as a director or founders or arranging for patents. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്ടേഴ്സ് അല്ല ഫൗണ്ടേഴ്സ് മാനേജേഴ്സായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ ആളുകൾ വേണം. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആളുകളുടെ സപ്പോർട്ട് കൺസെൻറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പേറ്റൻറ്റ് റൈറ്റുകൾ, കോപ്പി റൈറ്റുകൾ പോലെയുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുകൾ ബിസിനസ് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് റെഡിയാക്കുക. അല്ലെങ്കിൽ കമ്പനി എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്പനിയുടെ ലൊക്കേഷൻ, ഒരു സ്യൂട്ടബിൾ സൈറ്റ് ഡിസ്കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് അറേഞ്ച് ചെയ്ത് ഒരു ഐഡിയ കണ്ടെത്തി വെക്കുക. അല്ലെങ്കിൽ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെയും അസംബ്ലിംഗ് ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അസംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിനെയാണ് എന്താണ് ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ, ഒരു ഐഡിയ ഡിസ്കവർ ചെയ്യും. വെദർ ഇറ്റ് വിൽ ബി എന്താണ് ന്യൂ ഫീൽഡിൽ ആകാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഫീൽഡിൽ തന്നെ ആകാം. ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു റഫ് എസ്റ്റിമേറ്റും അതിൻ്റെ കൂടെ കണ്ടക്ട് ചെയ്യും. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിൽ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. അത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പ്രൊമോട്ടർ തന്നെയാകും കണ്ടക്ട് ചെയ്യുന്നത്, പ്രൊമോട്ടേഴ്സ് തന്നെയാകും ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ അവിടെ എക്സ്പേർട്സിൻ്റെ കൂടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത് നോക്കും. അതിൻ്റെ ബേസിൽ അവർക്കൊരു ഐഡിയ കിട്ടും. വാട്ട് വിൽ ബി ദ സൈസ്, ലൊക്കേഷൻ, ഡിമാൻഡ് ഓർ പ്ലേസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ ബേസിൽ ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത റഫ് എസ്റ്റിമേറ്റ് വാട്ട് വിൽ ബി ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫ്യൂച്ചറിൽ ഇൻകർ ചെയ്യാൻ പോകുന്ന എക്സ്പെൻസ് എന്താണെന്നുള്ളതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ തേർഡ് സ്റ്റേജിലാണ് അസംബ്ലിംഗ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അറേഞ്ച്മെൻറ്റ്സ്, അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡയറക്ടർ ഓർ ഫൗണ്ടേഴ്സ് ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ പേറ്റൻറ്റ്, കോപ്പി റൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. മെഷീനറി, എക്യുപ്മെൻറ്റ് ഓർ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ദ കമ്പനിയൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പായിട്ടുള്ള അസംബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ മീൻസ് പ്രൊപ്പോസൽ ഓർ പ്ലാൻ, പ്രൊപ്പോസ്ഡ് പ്ലാൻ എന്നുള്ളതാണ്. നമ്മൾ ഏത് ബിസിനസ്സാണ്, ഐഡിയ ആണ് ഒരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്കീം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസ്ഡ് പ്ലാൻ എന്താണ്. അതിന് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ മീൻസ് ആഫ്റ്റർ അസംബ്ലിങ് ദ പ്രൊപ്പോസിഷൻ, നമ്മൾ തേർഡ് വൺ, നമ്മൾ അസംബ്ലിങ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു പ്രൊപ്പോസ്ഡ് പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അസംബ്ലിങ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട സ്റ്റേജാണ് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. ദാറ്റ് മീൻസ് ദ പ്രൊമോട്ടേഴ്സ് പ്രിപ്പേഴ്സ് എ പ്രോസ്പെക്ടസ് ടു പ്രസൻറ്റ് ടു ദ പബ്ലിക്. ഈ ഒരു സ്റ്റേജിലാണ് പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോസ്പെക്ടസ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ, പബ്ലിക്കിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും. ആൻഡ് ടു അണ്ടർ റൈറ്റേഴ്സ്, പബ്ലിക്കിനും അതുപോലെ അണ്ടർ റൈറ്റേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്. ടു പെർസ്വേഡ് ദം ടു ഫിനാൻസ് ദ പ്രൊപ്പോസിഷൻ. അപ്പോൾ ഈ ഒരു പ്രൊപ്പോസലിൽ നമ്മുടെ ഒരു ബിസിനസ് ഐഡിയയിലേക്ക്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, നമ്മുടെ ഡിസ്കസ് ചെയ്ത പ്ലാനിലേക്ക് ഫിനാൻസ് ചെയ്യുന്നതിന്, ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ട അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അണ്ടർ റൈറ്റേഴ്സ് വഴിയാകാം, പബ്ലിക്കിൽ നിന്നാകാം, ആ ഫിനാൻസ് അല്ല ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അതേപോലെ ദ പ്രൊമോട്ടേഴ്സ് ഓൾസോ ടേക്ക് സ്റ്റെപ്സ് ടു ഇൻകോർപ്പറേറ്റ് ദ കമ്പനി. അപ്പോൾ ഈ ഒരു പ്രൊമോഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്ന സ്റ്റേജാണ്, നെക്സ്റ്റ് സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ. കമ്പനി ഇൻകോർപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി, ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഒരു ബിസിനസ് യൂണിറ്റ്. ജസ്റ്റ് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അതിനെ ഡിസ്കവർ ചെയ്തതിന് ശേഷം പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അതിനെ രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നതിനെയാണ് ആസ് എ കമ്പനി എന്ന ഫോമിൽ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളതൊക്കെ പ്രൊമോട്ടേഴ്സിന് ആലോചിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് പ്രൊമോട്ടേഴ്സ് ടേക്സ് സ്റ്റെപ്സ് ടു ഇൻകോർപ്പറേറ്റ് ദ കമ്പനി ആൻഡ് ടു സെക്യൂർ ദ സർട്ടിഫിക്കറ്റ് ടു കമൻസ് ദ ബിസിനസ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ട് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ രജിസ്ട്രേഷൻ, ഇൻകോർപ്പറേഷൻ, ബാക്കി സ്റ്റേജസ് എന്താണോ അതിനെപ്പറ്റി വേണ്ട ഐഡിയാസ് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ള, ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതും ഈ ഒരു സ്റ്റേജിലാണ് പ്രൊമോട്ടർ കണ്ടക്ട് ചെയ്യുന്നത്. So these are the steps involved in the promotion of a company. It involves discovery of an idea and a preliminary investigation conducted by the promoters, and based on that a detailed investigation is conducted with the help of many experts, finance experts, management consultants, market analysts, engineers, etc. On the basis of these reports, experts reports in a baseline, the promoters would be in position to know the needs of the
പ്രൊപ്പോസലിന് എന്തൊക്കെ ആവശ്യമുണ്ട്, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, പ്ലേസ് ഓഫ് ലൊക്കേഷൻ, സൈസ് ഓഫ് ദ യൂണിറ്റ്, പ്രോഡക്റ്റ് ഡിമാൻഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ് പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ വാട്ട് വിൽ ബി whether it will be any difference in the estimated income and whether it is enough to meet the cost of production and other expenses incurred in future. ഫ്യൂച്ചറിൽ ഇൻകർ ചെയ്യാൻ പോകുന്ന എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ ഇത് നമ്മുടെ എസ്റ്റിമേറ്റഡ് ഇൻകം അല്ലെ എക്സ്പെൻസൊക്കെ റഫ് എസ്റ്റിമേറ്റും ഒറിജിനൽ ഉണ്ടാവാൻ പോകുന്നതും തമ്മിലൊക്കെ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അസംബ്ലിങ് സ്റ്റേജിലാണ് എന്ത് വരുന്നത്, getting the support and consent of various persons to act as a director or to act as a founder or to arrange the various intellectual property rights like patent, copyright, etc. അപ്പോൾ ഇതുമായിട്ടൊക്കെ മെഷീനറി എക്യുപ്മെൻ്റ് ഒക്കെ ഫംഗ്ഷനിങ്ങിന് വേണ്ടി റെഡിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസംബ്ലിങ്ങിൽ വരും. ലാസ്റ്റ് അതിൻ്റെ ബേസിലാണ് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. ആ ഒരു സ്റ്റേജിലാണ് പ്രോസ്പെക്ടസിനെ പറ്റിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതൊന്ന് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷനിലാണ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താണല്ലോ ഫണ്ട് പബ്ലിക്കിൽ നിന്നും റേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കമ്പനിയിൽ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യണം. പ്രോസ്പെക്ടസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ അത് അണ്ടർ റൈറ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ മാത്രമേ അണ്ടർ റൈറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കി ഇനി പ്രൊമോഷന് ശേഷമുള്ള സ്റ്റെപ്പുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് ഫിനാൻസിങ് ദ പ്രൊപ്പോസൽ ഓഫ് ദ ബിസിനസ് പ്രൊപ്പോസലിനെ ഫിനാൻസ് ചെയ്യുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും സ്റ്റേജസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇതെല്ലാമാണ് ഒരു പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് മീൻ ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അഗ്രിഗേറ്റ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞത്. കുറേ ആക്ടിവിറ്റീസ്, കുറേ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. സോ ദ സ്റ്റെപ്സ് വിച്ച് ആർ ടേക്കൺ ടു മോട്ടിവേറ്റ് എ നമ്പർ ഓഫ് പേഴ്സൺസ് ടു കം ടുഗദർ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ് ത്രൂ എ കമ്പനി ഫോം ഈസ് കോൾഡ് എ പ്രൊമോഷൻ എന്ന് പറഞ്ഞു. സോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സ്റ്റെപ്സിൻ്റെയും കൂടെ സം ടോട്ടലിനെയാണ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ടൈം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസിലെ സെക്കൻഡ് സ്റ്റേജാണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, തേർഡ് വൺ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫോർത്ത് വൺ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഈ പറയാൻ പോകുന്ന ലാസ്റ്റ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇവിടെ ജസ്റ്റ് ഒരു മീനിങ് മാത്രം നോക്കിപ്പോകാം. ഓൾറെഡി നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് പ്രൊമോഷൻ ഓഫ് ദ കമ്പനി, പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ഇൻവോൾവ് ആണെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ. Registration or incorporation means it is the registration that brings a company into existence. ഒരു കമ്പനിയെ എക്സിസ്റ്റൻസിലോട്ട് കൊണ്ടുവരുന്ന, ഒരു കമ്പനി ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് രജിസ്ട്രേഷൻ എന്ന് പറയാം. എ കമ്പനി ഈസ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് and a certificate of incorporation has been obtained from the registrar of companies. ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു കമ്പനിയായിട്ട് കമ്പനി എന്ന് പറയുന്ന പേരിൽ ഒരു കമ്പനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് ആ കമ്പനിയെ ഏതാണോ അണ്ടർ ദ ആക്ട്, എക്സിസ്റ്റിംഗ് കമ്പനീസ് ആക്ട് ഏതാണോ, ലോസ് ഏതാണോ അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കമ്പനിക്ക് ഒരു ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷനിലൂടെ കമ്പനി എന്ന് പറയുന്ന പേര് യൂസ് ചെയ്ത് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട്. ഏതാണോ ആക്ട്, പ്രസൻറ്റ് ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പോൾ പ്രസൻറ്റ് ആക്ട് ഏതാണോ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എന്തും റിസീവ് ചെയ്തിരിക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആര് ഇഷ്യൂ ചെയ്യുന്നതാണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന കമ്പനീസിനും ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസിനും മാത്രമേ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ ആ ഒരു സ്റ്റാറ്റസ്, കമ്പനി എന്ന് പറയുന്ന സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു മീനിങ് മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. അതായത് കമ്പനി എങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യണം, ഫണ്ട് ഓർ ഫിനാൻസ് അറേഞ്ച് ചെയ്യാം എന്നാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റലിൽ പറയുന്നത്. നോക്കിക്കോളൂ, അണ്ടർ ദ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ stage comes the task of obtaining the necessary capital for the company. ഈ ഒരു സ്റ്റേജിലാണ്
ഒബ്റ്റെയിനിങ് നെസസറി ക്യാപിറ്റൽ ഫോർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി. കമ്പനി ആക്ടിവിറ്റീസിന് ആവശ്യമായ ക്യാപിറ്റൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്ന സ്റ്റേജാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു കേസിൽ നമ്മൾ അറിയേണ്ട ഒരു പോയിൻ്റാണ് എ പ്രൈവറ്റ് കമ്പനി ഓർ എ പബ്ലിക് കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഒരു പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു പബ്ലിക് കമ്പനി ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദേ ക്യാൻ കമൻസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. നമ്മൾ മുന്നേ പറഞ്ഞ ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പെർഫോം ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആ അടുത്ത സ്റ്റേജായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ബിസിനസ്സസ് കമൻസ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പാണ്. ഈ ഒരു കാര്യം എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രൈവറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ പബ്ലിക് കമ്പനി വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനീസിന് എന്ത് ചെയ്യാം? ദേ ക്യാൻ കമൻസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്റ്റേജ് അല്ലെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റേജ് എന്ന് പറയുന്നത് ആർക്ക് മാത്രം റെലവൻ്റ് ആണ്? പബ്ലിക് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഉള്ള പബ്ലിക് കമ്പനീസിന് മാത്രമാണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് എന്നും ഇതിന് മറ്റൊരു പേര് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റേജ് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. സോ ആസ് സച്ച് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് ഓർ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റേജ് ആർ റെലവൻറ്റ് ഓൺലി ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. പബ്ലിക് കമ്പനിയിൽ തന്നെ ഷെയർ ക്യാപിറ്റലുള്ള പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ മാത്രമേ അവർക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ? ഈ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതർവൈസ് അതർ കമ്പനീസിന് മെയിൻലി പ്രൈവറ്റ് കമ്പനീസ് ഓർ പബ്ലിക് കമ്പനി വിത്തൗട്ട് ഷെയർ ക്യാപിറ്റലുള്ള ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത പബ്ലിക് കമ്പനീസ് ആണ് പ്രൈവറ്റ് കമ്പനി ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് സ്റ്റേജ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ്. എന്ത് ചെയ്യാം? ആവശ്യമായ ക്യാപിറ്റലൊക്കെ റേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, കമൻസ് ചെയ്യാം, സ്റ്റാർട്ടപ്പ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എ പ്രൈവറ്റ് കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ മാത്രം മതി അവർക്കൊരു പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുക. റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജസ് പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. പകരം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും ത്രൂ ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നെക്സ്റ്റ് വൺ പറയുന്നത് പബ്ലിക് കമ്പനിയുടെ കേസ് ആകുമ്പോൾ എ പബ്ലിക് കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കിട്ടിയെങ്കിൽ മാത്രമേ, രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു കേസിൽ പബ്ലിക് കമ്പനിയുടെ കേസിൽ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുക. ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. Next one, we are discussing about what is the meaning of the term body corporate. Body corporate എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ ബോഡി കോർപ്പറേറ്റ് എന്താണെന്ന്. ബോഡി കോർപ്പറേറ്റ് ബ്രോഡ്ലി മീൻസ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി വിച്ച് ഹാസ് എ ലീഗൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയും പറയുന്ന ടേമാണ് ബോഡി കോർപ്പറേറ്റ് എന്നൊരു ബ്രോഡർ വേയിൽ മീനിങ് പറയാനായിട്ട് പറ്റും. So body corporate means a corporate entity which has a legal existence. Legally, lawfully എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനീസിനെയും എല്ലാ കോർപ്പറേറ്റ്സിനെയും എൻറ്റിറ്റീസിനെയും പറയുന്ന ടേമാണ് ബോഡി കോർപ്പറേറ്റ്. നെക്സ്റ്റ് വൺ, ദ ടേം ബോഡി കോർപ്പറേറ്റ് ഈസ് ഡിഫൈൻഡ് in Section 2 subsection 11 of the Companies Act 2013. Companies Act 2013 Section 2 subsection 11 ബോഡി കോർപ്പറേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. This include a private company, a public company, one-person company, small company, limited liability partnership, foreign company, etc. സോ ബോഡി കോർപ്പറേറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള എല്ലാ കമ്പനീസിനെയും കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും പറയുന്ന ടേമാണ് ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗലി അല്ലെ ലോ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസും ഏതിൽ വരും? ബോഡി കോർപ്പറേറ്റിൽ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിക്കോളൂ, കമ്പനീസ് ആക്ടിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ദിസ് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഈ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടൈമിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, OPC, one-person കമ്പനി, സ്മോൾ കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, ഫോറിൻ കമ്പനി, ഇതെല്ലാം ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രോഡർ ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്.
ബിക്കോസ് ദേ ഹാവ് ലീഗൽ എക്സിസ്റ്റൻസ്. ഈ പറയുന്നതിനെല്ലാം എല്ലാ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനും ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. എല്ലാം കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഡിഫൈൻഡ്, എന്താണ് 2013 അനുസരിച്ച് രജിസ്റ്റേർഡ് ആണ്. സോ ഈ പറയുന്ന എല്ലാ കമ്പനീസും ബോഡി കോർപ്പറേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓൾസോ ഇൻക്ലൂഡ്സ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനീസും ഈ ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, ഹൗവർ ബോഡി കോർപ്പറേറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എന്നാൽ ബോഡി കോർപ്പറേറ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കോർപ്പറേറ്റ്സ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ എനി ലോ റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനീസ് ഒന്നും, അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതൊന്നും ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡഡ് അല്ല. Next one, any other body corporate not being a company as defined in the Companies Act 2013 which the central government may by notification specify in this behalf. അപ്പോൾ അതായത് ഈ ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടൈമിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറയുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, എനി അതർ ബോഡി കോർപ്പറേറ്റ്, ഇത് കൂടാതെ വരുന്ന എല്ലാ ബോഡി കോർപ്പറേറ്റ്സും വെദർ ഇറ്റ് നോട്ട് ബീയിങ് എ കമ്പനി ആസ് ഡിഫൈൻഡ് ഇൻ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷനിൽ കമ്പനീസ് ആക്ട് 2013 കമ്പനി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിൽ വരാത്ത ഒരു കമ്പനീസും ഒരു കോർപ്പറേറ്റ്സും ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മാത്രമാണ് പറയുന്നത്. സോ ലാസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈം ബോഡി കോർപ്പറേറ്റ്. ഓൾറെഡി പ്രീവിയസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈം ബോഡി കോർപ്പറേറ്റ് എന്നുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി കോർപ്പറേറ്റ് ബ്രോഡ്ലി മീൻസ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി വിച്ച് ഹാസ് എ ലീഗൽ എക്സിസ്റ്റൻസ്. ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ലീഗൽ എക്സിസ്റ്റൻസ് മീൻസ് ലീഗലി അല്ലെങ്കിൽ അണ്ടർ ലോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. സോ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ കമ്പനീസ് ബോഡി കോർപ്പറേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്, ഏതൊക്കെ കമ്പനീസ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ടൈമിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പോർഷനായിട്ട് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ് ഡിസ്കസ് ചെയ്തത്. പ്രൊമോഷൻ, രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈം ബോഡി കോർപ്പറേറ്റ് എന്നതുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.